നമസ്കാരം. ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ഉപയോഗിച്ച് ചോറ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഇന്ന് നമുക്ക് നോക്കാം. മുമ്പ് വരക് അല്ലെങ്കിൽ കോഡോ മില്ലറ്റ് ഉപയോഗിച്ചും ഫോക്സ്റ്റൈൽ മില്ലറ്റ് അല്ലെങ്കിൽ തിന ഉപയോഗിച്ചും ചോറ് തയ്യാറാക്കുന്നത് ഞാൻ ഷെയർ ചെയ്തിരുന്നു. മില്ലറ്റ് അരികൾ ഉപയോഗിച്ച് ചോറ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അളവിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും. ഇപ്പോൾ ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ഉപയോഗിച്ച് ചോറ് തയ്യാറാക്കുമ്പോൾ അതിന് വേണ്ട വെള്ളത്തിൻ്റെ അളവും എല്ലാം കൃത്യമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. നമുക്ക് വീഡിയോയിലേക്ക് കേൾക്കാം. മില്ലറ്റ് കഴിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഡോക്ടർ ഖാദർ വലി അദ്ദേഹമാണ് മില്ലറ്റിനെ കുറിച്ച് ഒരുപാട് റിസർച്ചുകൾ നടത്തിയതും മില്ലറ്റിനെ കുറിച്ച് ഇത്ര ഗുണങ്ങളുണ്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് മില്ലറ്റ് നമ്മൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പാകം ചെയ്യുമ്പോൾ അതിനെടുക്കുന്ന വെള്ളം കോപ്പർ പാത്രങ്ങളിൽ സൂക്ഷിച്ച വെള്ളം വേണം. അല്ലെങ്കിൽ കോപ്പർ റോഡ് ചെറിയ പ്ലേറ്റുകളൊക്കെ കോപ്പറിൻ്റെ ചെറുതായിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് ആമസോണിലും കിട്ടുന്നുണ്ട്. അത് നമ്മൾ വെള്ളം സൂക്ഷിച്ചു വയ്ക്കുന്ന പാത്രത്തിൽ 8 മണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം ഈ വെള്ളം ശുദ്ധീകരിക്കപ്പെടും. അപ്പോൾ ഈ വെള്ളം വേണം നമ്മൾ മില്ലറ്റ് കുക്ക് ചെയ്യാനും നമ്മൾ കുടിക്കാനൊക്കെ ഉപയോഗിക്കാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൂടി ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം മില്ലറ്റ് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് ഈ മില്ലറ്റ് റോഡ് ഉപയോഗിച്ച് വെള്ളം ശുദ്ധീകരിക്കുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അദ്ദേഹം തന്നെ പറഞ്ഞ് യൂട്യൂബിൽ ഒരുപാട് വീഡിയോകളുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ എടുത്ത വെള്ളം വേണം നമ്മളെപ്പോഴും മില്ലറ്റ് കുതിർത്ത് വയ്ക്കാൻ ഉപയോഗിക്കാനും അതുപോലെ പാകം ചെയ്യാൻ ഉപയോഗിക്കാനും. ഇതാണ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം കുതിർത്തെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് മില്ലറ്റിന് 3 കപ്പ് വെള്ളമാണ് ബ്രൗൺ ടോപ്പ് മില്ലറ്റിന് വേണ്ടത്. അപ്പോൾ ഞാനിത് 3 കപ്പ് വെള്ളം ഒഴിച്ച് 8 മുതൽ 10 മണിക്കൂർ നമ്മളിത് കുതിർത്തെടുക്കണം. അപ്പോൾ അങ്ങനെ കുതിർത്തെടുത്തതാണ്. ഇനി ഈ വെള്ളം നമ്മൾ ഊറ്റിയെടുത്ത് ഈ വെള്ളത്തിലാണ് നമ്മൾ ഈ മില്ലറ്റ് പാകം ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഊറ്റിയെടുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. 3 കപ്പ്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഏറ്റവും കുറഞ്ഞ തീയിലേക്ക് മാറ്റി ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് വെള്ളം തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതുപോലെ ചെറുതായി ഒന്ന് തിള വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ബുൾ ഡ്രിവൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ച് കുറച്ചും കൂടി തിള വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് മില്ലറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് മാറ്റി വെച്ച ബ്രൗൺ ടോപ്പ് മില്ലറ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അടച്ചു വെച്ചിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. 15 മുതൽ 20 മിനിറ്റാണ് എടുക്കാം മില്ലറ്റ് കുക്കായി വരാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഒരുവിധം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്ത് നോക്കാം ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇത് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് നീങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം വറ്റി വരികയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്യാസ് ഈ സമയത്ത് ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇനി ഈ മൂടി കൊണ്ട് നന്നായിട്ടൊന്ന് അടച്ച് ഒരു 10-15 മിനിറ്റ് വെക്കുകയാണെങ്കിൽ നമ്മുടെ മില്ലറ്റ് ചോറ് കറക്റ്റ് വേവായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് ഇനി ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇതുപോലെ അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു ഫോർക്ക് എടുത്ത് ഇത് പതുക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മുടെ മില്ലറ്റ് റൈസ് റെഡി ആയിട്ടുണ്ട്. സാധാരണ ഉച്ചയ്ക്ക് ചോറിനതിൻ്റെ പകരമായിട്ട് ഇതുപോലെ മില്ലറ്റ് റൈസ് ഉപയോഗിക്കാവുന്നതാണ്. കറികളുടെ കൂടെ കഴിക്കുമ്പോൾ നമുക്ക് ഇത് മില്ലറ്റ് റൈസ് ആണെന്നൊന്നും അറിയില്ല. ടേസ്റ്റ് വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. ഇനിയും ഇതുപോലെയുള്ള മില്ലറ്റ് റെസിപ്പീസായിട്ട് ഞാൻ വരാം. പറ്റുകയാണെങ്കിൽ ഞങ്ങളുടെ FB പേജും അതുപോലെ തന്നെ ഇൻസ്റ്റാ പേജും ഒന്ന് ഫോളോ ചെയ്യൂ. കൂടുതൽ മില്ലറ്റ് റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.